എന്തായിരുന്നു കഴിഞ്ഞ ചിത്തിരാട്ട വിശേഷം മുതൽ മണ്ഡല മകരവിളക്ക് കാലം വരെ ശബരിമലയിൽ സംഭവിച്ചത്? ഒരു വശത്ത് സർക്കാരും CPM കൂടി സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ യുവതികളെ ഒളിപ്പിച്ചു കടത്താൻ പാടുപെടുന്നു. ഇലവുങ്കൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ 15,000-ഓളം പോലീസുകാരെയാണ് മാറി മാറി നിയോഗിച്ചത്. ഇതിനിടെ പോലീസിന്റെ അകമ്പടിയോടെ യുവതികളെ കയറ്റാനുള്ള ശ്രമങ്ങളും പലതവണ നടന്നു. എന്നാൽ അതേ നിലയിൽ തന്നെ ഭക്തരും അത് ഏറ്റെടുത്തപ്പോൾ നേരായ മാർഗത്തിൽ സർക്കാരിന് യുവതികളെ ശബരിമലയിൽ കയറ്റാനായില്ല. ബിന്ദുവിനെയും കനകദുർഗയെയും രാത്രിയുടെ മറവിൽ ശബരിമലയിൽ എത്തിച്ചത് ഏറെ പേരുദോഷമുണ്ടാക്കി. ഒരു ഹർത്താൽ മാമാങ്ക പോലും കേരളത്തിലുണ്ടായി. ഇതൊന്നും ജനങ്ങൾ മറക്കാത്ത അവസ്ഥയിൽ തെരഞ്ഞെടുപ്പുമെത്തി. ശബരിമല നടയും തുറന്നു. എന്നാൽ എല്ലാ തവണത്തെയും പോലെ ഇത്തവണ നട തുറന്നപ്പോൾ ശബരിമലയിൽ നിരോധനാജ്ഞ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഈ സമയത്ത് ശബരിമലയെ തൊട്ടുകളിച്ചാൽ വലിയ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് CPM അറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയെ ശാന്തമാക്കി നിർത്താനാണ് പോലീസിന് നൽകിയ നിർദ്ദേശവും. മാത്രമല്ല യുവതികളെ കയറ്റാൻ കൂട്ടുനിൽക്കണ്ട എന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഇനിയും യുവതികൾ മല കയറാൻ ശ്രമിച്ചാൽ അത് BJPക്ക് വൻ നേട്ടമുണ്ടാക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ സ്പെഷ്യൽ ഓഫറാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 23 വരെ ഈ ഓഫർ തുടരും. എത്ര വേണോ ശരണം വിളിക്കാം, ആരും എതിർക്കില്ല, ഒരു നിരോധനാജ്ഞയും ഉണ്ടാകില്ല. അതേസമയം എന്നും ഇങ്ങനെ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ മതി എന്നാണ് ജനങ്ങൾ ചിന്തിച്ചു പോകുന്നത്. എന്നാൽ എത്ര ശാന്തമായേനെ. മീനമാസ പൂജകൾക്കും ആറാട്ടുത്സവത്തിനുമായി ശബരിമല ഇന്നലെയാണ് നട തുറന്നത്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് നട തുറക്കുന്നത്. മാസപൂജയും ആറാട്ട് ഉത്സവവുമാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ. ഇന്ന് രാവിലെ 7 മണിക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടി ഉയർന്നു. 21-ന് ആറാട്ടിന് ശേഷം ഉത്സവ പൂജയ്ക്ക് സമാപനം കുറിച്ച് നടയടയ്ക്കും. ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ പുതിയ വാതിൽ സമർപ്പണവും നടത്തും. നിലവിൽ ശബരിമലയിൽ സംഘർഷ സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തൽ. 300-ഓളം പോലീസുകാരെ മാത്രമാണ് ശബരിമലയിലും നിലയ്ക്കലും പമ്പയിലുമായി സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്കുള്ള നിയന്ത്രണവും നീക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമലയെ തെരഞ്ഞെടുപ്പ് വിഷയം ആക്കരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. ഇത് വിവാദമായി മാറിയിട്ടുണ്ട്. അത് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ല എന്നാണ് BJP പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും കുമ്മനം രാജശേഖരനും സുരേന്ദ്രനും പറഞ്ഞു വെച്ചതാണ്. ദൈവം, മതം, ജാതി എന്നിവ പ്രചരണ വിഷയമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അങ്ങനെയുണ്ടായാൽ സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കും എന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണം മുന്നിൽ കണ്ടുള്ള പ്രചരണങ്ങൾ ചട്ടലംഘനമായി കണക്കാക്കും എന്ന് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ അറിയിച്ചിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധം ആക്കരുതെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.